നമ്മൾ മുട്ടയെ കാണുന്നത് ഒരു പ്രോട്ടീൻ സോഴ്സായിട്ട് മാത്രമാണ്. പക്ഷേ ഒരു മുട്ട ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്നൊരു ക്വിക്ക് മീൽ, അതൊരു കംപ്ലീറ്റ് മീൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 2 ഹോൾ എഗ്ഗ് എടുക്കുക. ഇപ്പോൾ മുട്ടയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓടി വരുന്നത് കൊളസ്ട്രോൾ ആണെന്നുണ്ടെങ്കിൽ മുട്ടയും കൊളസ്ട്രോളും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അതൊരു ഔട്ട്ഡേറ്റഡ് സയൻസാണ്. സോ 2 മുട്ട, ഒരു ബോൾ ഫുൾ ഓഫ് വെജിറ്റബിൾസ്. അതിനകത്ത് ഉള്ളി ഉണ്ടാവാം, തക്കാളി ഇടാം, ക്യാപ്സിക്ക ഇടാം, ക്യാബേജ് ഇടാം, ഒലീവ്സ് ഇടാം, ബ്രൊക്കോളി ഇടാം, കട്ട് വെജിറ്റബിൾസ് എല്ലാം കൂടി. ഒരു പിഞ്ച് ഓഫ് ടർമറിക്, ഒരു പിഞ്ച് ഓഫ് ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അത്യാവശ്യത്തിന് ഉപ്പും, യഥേഷ്ടം തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ഫുൾ മീലാക്കി ഈ 2 മുട്ടയെ മാറ്റാം. നിങ്ങൾക്ക് കാലറി സംബന്ധമായ വിഷയം ഇല്ലയെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചീസും ഉപയോഗിക്കാം. നിങ്ങളിതിന് എന്ത് വിളിക്കും? നിങ്ങൾ സാധാരണ വിളിക്കുന്നത് മുട്ട ഓംലെറ്റ് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളിതിനെ വിളിക്കുന്നത് എഗ് പിസ്സ എന്നാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇറ്റ് ലുക്സ് ലൈക്ക് എ പിസ്സ. വളരെ ഗംഭീരമായിട്ടുള്ളൊരു ടേസ്റ്റ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഒരു മീലിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. സേ ലൈക്ക് ഒരു പ്രോട്ടീൻ, അതോടൊപ്പം തന്നെ ഫൈബർ, വെജിറ്റബിൾസ്, ടേസ്റ്റ്, കളറ്, ഫ്ലേവർ, ഫൈറ്റോ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങുന്നൊരു ഫുൾ മീലാക്കി നമുക്ക് 2 മുട്ടയെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ പ്രോട്ടീനിൽ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനത്തെ ഒരാളാണ്, ഞാൻ ആഡ് ചെയ്യുന്നത് പൗഡർ ചെയ്തിട്ടുള്ള നട്ട്സും സീഡ്സും എല്ലാം കൂടെ ഒരു 1-2 ടേബിൾ സ്പൂൺ മുട്ടയുടെ പുറത്ത് നമുക്ക് ടോപ്പ് ചെയ്യാം. ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വളരെ ഈസി ആയിട്ടുള്ള ക്വിക്ക് ആയിട്ടുള്ളൊരു കംപ്ലീറ്റ് മീലാണ്.